അമേരിക്കയിൽ ക്യാമ്പസ് സംവാദത്തിനിടെ ട്രംപ് അനുയായി വെടിയേറ്റ് മരിച്ചു. അമേരിക്കൻ വലതുപക്ഷ ആക്ടിവിസ്റ്റും യാഥാസ്ഥിതിക വിദ്യാർത്ഥി സംഘടനാ നേതാവുമായ ചാർലി കിർക്കാണ് കൊല്ലപ്പെട്ടത്. ട്രംപിന്റെ വിജയത്തിന് സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് കിർക്ക്. യുവാക്കളുടെ ഹൃദയമറിഞ്ഞാളെന്ന് ട്രംപ്. വിവരങ്ങളുമായി നമ്മോടൊപ്പം ആതിര സരസ്വതി ചെയ്യുന്നുണ്ട്. ആതിര, ഒരു കടുത്ത ട്രംപ് അനുകൂലിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എപ്പോഴായിരുന്നു ഈ ആക്രമണം ഉണ്ടായത്? എന്തൊക്കെയാണ് വിവരങ്ങൾ? അഞ്ജലി, യൂട്ടാ സർവകലാശാലയിൽ നടന്ന ചടങ്ങിനിടെ പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിനെതിരെ ആക്രമണം നടന്നിരുന്നത്. കഴുത്തിനാണ് വെടിയേറ്റത്. വെടിയേറ്റ ശബ്ദം കേട്ട് നോക്കുമ്പോൾ കഴുത്തിന്റെ ഇടതുഭാഗത്തു നിന്നും രക്തം വാർന്നൊഴുകുന്നതാണ് കണ്ടത്. അദ്ദേഹത്തിന് വെടിയേക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും വേദിയിൽ ഒപ്പം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ബുധനാഴ്ചയായിരുന്നു ഈ സംഭവം നടന്നിരിക്കുന്നത്. എന്തായാലും കടുത്ത പ്രതിഷേധമാണ് ഈ അദ്ദേഹത്തിന്റെ മരണത്തിൽ അമേരിക്കയിൽ ഉണ്ടായിരിക്കുന്നത്. ട്രംപിന്റെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു. ട്രംപിന്റെ ഏറ്റവും നല്ല രാഷ്ട്രീയകാലത്തും മോശം രാഷ്ട്രീയകാലത്തും അദ്ദേഹത്തിനോടൊപ്പം കൈകോർത്ത് നിന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു ചാർലി കിർക്ക്. പലപ്പോഴും അദ്ദേഹത്തെ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ട്രംപിന് പതനമുണ്ടായപ്പോഴൊക്കെ നിരന്തരം അദ്ദേഹത്തെ പോയി കാണുകയും അദ്ദേഹത്തെ സമാശ്വസിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നല്ല കാലം ഉണ്ടാകുമെന്ന് അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് നിന്ന് പറയുകയും ചെയ്ത ചാർലി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ യുവാക്കളോട് ഏറ്റവും കൂടുതൽ അടുക്കാനും യുവജനതയുടെ വോട്ട് ട്രംപിന് കിട്ടാനും അദ്ദേഹത്തിനെ സഹായിച്ച വ്യക്തി കൂടിയായിട്ടാണ് അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ചാർലി കിർക്കിനെ അടയാളപ്പെടുത്തേണ്ടത്. നിലവിൽ 31കാരനായ അദ്ദേഹം കൊല്ലപ്പെടുമ്പോൾ 31 വയസ്സായിരുന്നു. ട്രംപ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത അനുയായി എന്ന് പരാമർശിച്ചാണ് ട്രൂത്ത് പോസ്റ്റിൽ അദ്ദേഹത്തിനെ അനുസ്മരിച്ചുകൊണ്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ യുവജനതകളുടെ ഹൃദയം തൊട്ടറിഞ്ഞ ചാർലിയോളം മറ്റാർക്കും യുവജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞിട്ടില്ല എന്ന തരത്തിലാണ് ട്രംപ് പരാമർശിച്ചുകൊണ്ട് അനുസ്മരിച്ച് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ എല്ലാ സർക്കാർ സ്ഥാപനങ്ങളുടെയും പതാക സെപ്റ്റംബർ 14-ാം തീയതി വരെ താഴ്ത്തി കെട്ടണമെന്നും ട്രംപ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത്തരത്തിലൊരു അസാധാരണമായ നടപടി പോലും എടുത്തിരിക്കുന്നത് ഇദ്ദേഹം എത്രത്തോളം ട്രംപിനോട് അടുത്ത് ചേർന്ന് നിന്ന അനുയായിയാണെന്ന് വ്യക്തമാക്കുകയാണ്. എന്തായാലും ഇതുവരെ അക്രമിയെ പിടിച്ചിട്ടില്ല. ഒരാളെ അക്രമിയെന്ന് സംശയിക്കുന്ന ഒരാളെ പിടിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം അല്ല എന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിട്ടയക്കുകയായിരുന്നു. നിലവിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. അഞ്ജലി. ശരി ആതിര, അമേരിക്ക ക്യാമ്പസ് സംവാദത്തിനിടെ ട്രംപ് അനുയായി വെടിയേറ്റ് മരിച്ചെന്ന വിവരങ്ങൾ ആതിര സരസ്വതാണ് പറഞ്ഞത്.